കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടമാണ് തളിപ്പറമ്പ് എംഎൽഎ ജെയിംസ് മാത്യുവിന്റെ ഭാര്യ എൻ സുകന്യ മത്സരിക്കുന്ന പൊടിക്കുണ്ട് ഡിവിഷൻ. ഇടതുമുന്നണി ഭൂരിപക്ഷം നേടിയാൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വ്യക്തിയാണ് സുകന്യ. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് ഏഴാം ഡിവിഷനായ പൊടിക്കുണ്ടിലെ LDF സ്ഥാനാർത്ഥി എൻ സുകന്യയാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു LDFന്റെ ഒരു പ്രതീക്ഷ എന്താണ്? മികച്ച വിജയം കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആദ്യഘട്ടം മുതൽ ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാ ഘട്ടത്തിലും നമുക്ക് അതിൻ്റെ ഒരു മേൽക്കൈ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽക്ക് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 4 വർഷക്കാലം കോർപ്പറേഷനകത്ത് LDF അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികൾ. അതോടൊപ്പം കഴിഞ്ഞ 4.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത് രണ്ടും ഉള്ളിൽ തട്ടിക്കൊണ്ട് തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളൊരു അനുഭവമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. LDF ആണ് കോർപ്പറേഷനിൽ ഭൂരിപക്ഷം നേടുകയെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് പ്രഥമമായി പരിഗണിക്കുന്ന പേര് എൻ സുകന്യയുടെ ആണെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. എന്താണ് ഈ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു നീക്കം എന്തായിരിക്കും? അത്തരത്തിൽ സാധാരണ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി അങ്ങനെ തീരുമാനിക്കുന്ന ഒരു രീതിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമാണ് CPM ആയാലും ഇടതുപക്ഷമായാലും തീരുമാനിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ മറുപടി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യം, അത് 50% എന്നുള്ളതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ പഞ്ചായത്തിലെ 13 വാർഡുകളാണുള്ളത്. അതിൽ 10 വാർഡിലും LDF മത്സരിപ്പിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ അതൊരു മാറ്റമാണ്. തീർച്ചയായിട്ടും മറ്റ് മുന്നണികളും എനിക്ക് തോന്നുന്നത്, ഞാനത് കൃത്യമായി വിലയിരുത്തിയിട്ടില്ല, അവരും ആ മാറ്റത്തെ പിന്തുടരാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊരു വളരെ അഭിമാനകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ കൃത്യമായി ഈ വാർഡിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അതൊക്കെ വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ ഒരു അടുത്ത് ചെന്നപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവർ വെള്ളം എടുക്കാൻ അകത്തേക്ക് പോയി അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ അവർ പറഞ്ഞൊരു വാക്ക്, അത് ഉള്ളിൽ തട്ടുന്നൊരു വാക്കാണ്, ഒന്നുമില്ലെങ്കിലും പട്ടിണി കൂടാതെ കിടക്കാൻ കഴിയുന്നുണ്ടല്ലോ മോളെ. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം പ്രായമുള്ള 2 ആളുകളാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് 2 ആൾക്കും പെൻഷൻ കിട്ടുന്നുണ്ട്. 1400 രൂപ വീതമുള്ള പെൻഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. റേഷൻ BPL കാർഡാണ്, അത് കിട്ടുന്നുണ്ട്. അതുപോലെ കിറ്റ് കിട്ടുന്നുണ്ട്. ഇത്രയും ആയി കഴിയുമ്പോൾ അത്യാവശ്യം മരുന്ന് വാങ്ങാനും പട്ടിണി കൂടാതെ കിടക്കാനുമുള്ള ഒരു സാഹചര്യം ഈ കോവിഡിൻ്റെ കാലത്തും ഉണ്ട് എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റു പദ്ധതികളുടെയും പ്രയോജനം അത് ലഭിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇവിടെ LDF നേരത്തെ കൗൺസിലർ തന്നെയാണ് ഉണ്ടായിരുന്നത്. നല്ല ജനകീയ ബന്ധം ഉണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നല്ലപോലെ നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം കൂടി തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ 27 സീറ്റ് LDF പിടിച്ചു. പക്ഷെ എന്നാൽ പോലും ഈ മറ്റ് സ്ഥിരം സമിതികളിൽ ഭൂരിഭാഗവും UDFന്റെ കൂടിയായിരുന്നു. അപ്പം വേണ്ടത്ര പല വികസന പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു പ്രതിസന്ധിയെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നത് തന്നെ അതാണ്, സമഗ്ര വികസനം സുസ്ഥിര ഭരണം എന്നുള്ളതാണ് LDF മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെ. അപ്പോൾ നല്ലൊരു ഭൂരിപക്ഷം ജനങ്ങൾ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരിമിതികളുണ്ടാവും. അതിൻ്റെ ഒരു അനുഭവം 4 വർഷക്കാലം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചത് പലതും ദൗർഭാഗ്യവശാൽ അവസാനത്തെ ഒരു വർഷക്കാലം നിലച്ചു പോവുകയോ അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വികസന തുടർച്ച ഉണ്ടാകണം എന്നുള്ളതിന് തന്നെ ഉള്ള വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പൊടിക്കുണ്ട് വാർഡിൽ നിന്നും വളരെ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് എൻ സുകന്യക്കുള്ളത്. കോർപ്പറേഷന്റെ ഭരണം കൈയാളുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെയായിരിക്കും അത് ഉണ്ടാവുകയെന്നും അവർ അവകാശപ്പെടുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.